പ്രതീക്ഷകളുടെ ഈ പൂവരങ്ങിൽ ഇന്ന് ഇരട്ടി മധുരമാണ്, ഇരട്ടി സന്തോഷമാണ്. സൂപ്പർ സ്റ്റാറിന്റെ ഈ വിജയകരമായ യാത്ര ഇന്നിതാ നമ്മുടെ ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ എത്തി നിൽക്കാണ്. ഒരുപാട് സന്തോഷവും അഭിമാനത്തോടെയാണ് ഇന്ന് ഈ വേദിയിൽ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ഈ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഒലക്കയുടെ മൂഡ് എന്റെ പാറു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്നോട്. നമ്മളിപ്പം ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഗ്രാൻഡ് ഫിനാലയിൽ എത്തി നിൽക്കാണ്. അതെ, പറയട്ടെ. അതായത് ടെക്നിക്കലി നമ്മൾ 220 എപ്പിസോഡ് കഴിഞ്ഞു. ഈ ഒരു മാറ്റവും ഇല്ലാതെയുള്ള നിന്റെ ഈ ആങ്കറിങ്, സൂപ്പർ ഓർക്കസ്ട്ര, സൂപ്പർ ജഡ്ജസ്, കുട്ടികൾ ഒന്ന് മാറ്റി പിടിച്ചോടെ പാറു. ജനങ്ങൾക്ക് ബോറടിച്ചു തുടങ്ങി. അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയണേ? ഞാൻ ആദ്യം തന്നെ വന്ന് ആങ്കർ ചെയ്യുന്നതാണ് ഷാനിക്കയുടെ പ്രശ്നം. എന്നൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ കുട്ടികളുടെ പാട്ടും കഴിഞ്ഞ് ജഡ്ജ്മെന്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇൻട്രോ പറയാം. ഇത് മാറ്റി പഠിക്കേണ്ട ഒരു സമയമായി പാറു. ഇത് ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് ഈ ഒരു ഗ്രാൻഡ് ഫിനാലയിൽ എത്തിയിട്ട് നിനക്ക് യാതൊരു മാറ്റം ഇല്ല എന്ന് പറയുന്നത് ലജ്ജാവഹമാണ്. അത്രയ്ക്ക് ചേഞ്ചിന്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ. ഇത്ര നാൾ ഇങ്ങനെ തന്നെ ഞാൻ ഈ ഷോ ഇവിടെ മുന്നോട്ട് കൊണ്ടുപോയത്. ഗ്രാൻഡ് ഫിനാലെ വരെ എത്തിക്കാൻ അറിയെങ്കിൽ ഇനി ഇതും കൊണ്ടുപോകാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഒലക്കയുടെ മൂട് കൊണ്ട് വന്നേക്കോ. നമ്മൾ ട്രാക്ക് മാറ്റും. പോലീസത്തെ ഈ പെണ്ണിന്റെ ട്രാക്ക് മാറ്റ്. മോളെ, പോലീസരത്തെ ട്രാക്ക് മാറ്റെന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പം പോലീസരത്ത് ഇവിടെ എത്തും. പുലിശരത്തായി ഇതിനേക്കാളും ഭീകരമായിട്ടൊരു സർപ്രൈസ് നമ്മളെ കാത്തിരിക്കും. പിന്നല്ലാണ്ട് വീണ്ടും ഒരു പുലി രൂപത്തിൽ. ഒരു രൂപത്തിൽ. Tell me how. മാന്ത പുലിയ. അപ്പൊ എന്തായാലും ഗ്രാൻഡ് ഫിനാലെ നമ്മൾ തകർക്കും. അതെ, അതിനു മുന്നേ ഈ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ പിള്ളേര് അങ്ങനെ നടക്കുക. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് കുഞ്ഞാപ്പുള്ളപ്പോ കുഞ്ഞാപ്പൂന്റെ പഞ്ചായത്തിൽ ഇങ്ങനെ എത്രയും നല്ലൊരു പരിപാടി നടക്കുമ്പോ കുഞ്ഞാപ്പു പറയണ്ടേ? ഇന്റെ പഞ്ചായത്താണിത്, ഇന്റെ പഞ്ചായത്തിൽ ഇത്രയും നല്ലൊരു ഗാനമേള നടക്കുക. ഇത് കാര്യം അറിയിച്ചില്ല. ഗാനമേള പിന്നെ ഇതെന്താ അത്രയും നല്ല ആൾക്കാർ? അല്ലല്ല, ആദ്യം കുഞ്ഞാപ്പു ആരാന്ന് പറ. കുഞ്ഞാപ്പു ആരാ? ഇന്റെ പഞ്ചായത്തിലാണുങ്ങൾ ഇരിക്കുന്നത്. പണ്ട് കല്യാണേച്ചി കക്കൂസിന് കൊടുത്ത സ്ഥലത്താണ് ഇപ്പൊ കയറി ഇരിക്കുന്നത്. അതാണ് ഇവിടെ ഇരിക്കുമ്പോഴൊന്നും വയറ് ശരിയല്ലാത്തത്. അല്ല കണ്ടാലറിയാ, ഈ പരിപാടിന്റെ കംപ്ലീറ്റ് പൈസ കംപ്ലീറ്റ് പിരിച്ചതുകളാണ്. എന്റെ അമ്മ സത്യം ആ പരിപാടി മാത്രം ഞാൻ ചെയ്തിട്ടില്ല. രസീത് ബുക്ക് കൊണ്ടാ. അല്ല, ആ കാര്യത്തിൽ എനിക്കും സംശയമുണ്ട്. നിങ്ങളാരാ? ഇന്റെ ചോദ്യമാണ്. ഇന്റെ പഞ്ചായത്തിൽ നിന്നോടല്ല ചോദിക്കണ്ടേ. ഇവിടുത്തെ പ്രസിഡന്റ് സെക്രട്ടറി ഇത്ര നാൾ ഞാൻ തന്നെയായിരുന്നു. നിങ്ങൾ ഇത്ര നാൾ ഒരു പഞ്ചായത്ത് അല്ല കുഞ്ഞാപ്പൂ, ഇത് ഇത്രയും നാളായിട്ട് നിങ്ങൾ ഇവിടെ ഗ്രാൻഡ് ഫിനാലേക്കാണല്ലോ കയറി വരണേ. അല്ലേ, ഞാൻ ഈ വലിയ വലിയ തലത്തിലേക്ക് മത്സരിക്കാൻ പറ്റുമെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇങ്ങനെ കേന്ദ്രമായിട്ട് ഒരു കറക്കത്തിലേനു. അപ്പോഴാണ് ഈ പരിപാടി ഒരു വർഷം കൂടെ നടന്നതേ. ഒറ്റ ചോദ്യം, ഏതാ? ഞാൻ പാർവതി. ജയറാമോട് പാർവതി അല്ല. അയ്യോ സോറി. മാലാപർവ്വതിനെ കണ്ട ആർക്കറിയാത്ത? ആ പാർവതി അല്ല ചേട്ടാ. ലാസ്റ്റ് ഫൈനൽ മറ്റേത് പാർവതി തിരുവോത്ത് ഉള്ളൊഴുക്കിന്റെ കൂടെ അങ്ങ് പോയത്. പിന്നെ കണ്ടില്ലല്ലോ. അതല്ല, സൂപ്പർ സ്റ്റാറിന്റെ ആങ്കർ പാർവതി ബാബു. ഈ പരിപാടിന്റെ എന്നെ അറിയില്ല? എനിക്ക് അറിയില്ല കേട്ടോ, സത്യം. അങ്ങനെ അല്ല, അറിയാം, എന്നാലും ഇതൊക്കെ പരിപാടി നടത്താൻ കഴിയും. അല്ല, അങ്ങനെ അധികാർക്കും അറിയില്ല അവളെ. ഞാൻ പിന്നെ പറയണ്ട, വിഷമായാലോ. നിങ്ങൾക്കൊക്കെ അറിയാലോ എന്നെ. ചേട്ടാ, ഇവിടെ ഒരു ഗ്രാൻഡ് ഫിനാലെ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ മലയാള ടെലിവിഷൻ റിയാലിറ്റി ഷോ ചരിത്രത്തിലെ ഇവിടെ റിയാലിറ്റി ഷോ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ അമൃത TV സൂപ്പർ സ്റ്റാർ ആണ്. മനസ്സിലായി. അപ്പൊ അതിന്റെ അടുത്ത സീസണിന്റെ ഗ്രാൻഡ് ഫിനാലെ ഇവിടെ നടന്നുകൊണ്ടിരിക്കണം ചേട്ടാ. ആണോ? അങ്ങനെയാണെങ്കിലേ ഇത് നൈസായിട്ട് അങ്ങോട്ട് നടത്തിക്കോ.
ഇതിനൊരു കാര്യം, പ്രതിപക്ഷം അറിയണ്ട, ഷെയർ കൊടുക്കേണ്ടി വരും. നൈസായിട്ട് അങ്ങോട്ട് നടത്തിക്കോ, നല്ല രീതിയിലാണെങ്കിൽ മാത്രം. കുഞ്ഞാപ്പു പരിസരത്തൊക്കെ വേണം. ഞാൻ വരും. വേണോ? ആ രസീത് ഞാൻ ഇപ്പൊ ഞാൻ മാത്രം വാങ്ങും. വേണം വേണം വേണം. ശരി, ഓക്കെ, ഡബിൾ ഓക്കെ. കൈമലുള്ള കൊളാബാണോ? അല്ല, അത് കൊള്ളാവാ. കണ്ടുപിടിച്ചു. മറ്റേതെല്ലാം കോളാവാ. ഓക്കെ, ഇതേത് കുഞ്ഞാപ്പൂ? കിച്ചാപ്പു വരുന്നു, കിച്ചാപ്പു. കുഞ്ഞാപ്പു മാറ്റരുത്. ഞാൻ കിക്കാപ്പൂ എന്നാ വിചാരിച്ചത്. Whatever. കുഞ്ഞാപ്പൂ നിനക്ക് ചേട്ടാ. എന്ത് വേണമെങ്കിലും പറയാം. ആ പരിപാടി അത്ര ഇഷ്ടപ്പെട്ടു. ആണോ? ഇഷ്ടായോ? ഭയങ്കര രസമുള്ള പരിപാടി. ഓ, സൂപ്പർ. പ്രസിഡന്റ് കുഞ്ഞാപ്പുക്ക് ഇഷ്ടായിരിക്കുകയാണ് മക്കളെ. നമ്മൾ സത്യമായിട്ടും ജയിച്ചു. എല്ലാരും പരിപാടി കേറി കൊടുത്തതൊക്കെ ഹാപ്പിയാണ്. ആ, പക്ഷെ അത് മതി. നിന്റെ ചോദ്യം ഈ കുട്ടീനോടാണ്, എന്നോടോ? ഈ ചെറിയ കുട്ടികളോടാണ്, അതുമല്ല ഈ വലിയ കുട്ടികളോടാണ്. അത് കൊള്ളാം. ഈ പഞ്ചായത്തില് ആ. ആരും അറിയാതെ നമുക്കങ്ങ് ചെയ്താലോ? അയ്യേ വൃത്തികേട് പറയല്ലേ. എന്ത് നടത്താനാ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഞാൻ ഒരു കാര്യം പറയാം. പഞ്ചായത്തിൽ വേറെ ആരും അറിയാതെയാണ് ഈ സംഭവം. കൊളാബ് ടാഗ് മെൻഷൻ. ആരെ? എന്താന്ന് വെച്ചാ നമ്മൾ തമ്മിൽ ഒരു അന്തർധാര വേണോന്ന്. എന്ത് കൊള്ളാം? അത് എന്തിന്? ഈ പഞ്ചായത്ത് പ്രസിഡന്റായ കുഞ്ഞാപ്പ് ഇവിടെ നടത്താനുള്ള പരിപാടി നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത്രയും വലിയ പുലിക്കുട്ടികളും വലിയ പുലികളും ഈ ചെറിയ പുലികളൊക്കെ നിൽക്കുന്നതിനിടയ്ക്ക് ഞാൻ ഒരു ചെറിയ സിംഹത്തെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് ഇറക്കി തരും. ഏത് സിംഹം? അല്ല, ഒരു ചെറിയ സിംഹത്തെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് ഇറക്കി തരും. ഓക്കേ. ഓഹോ. ആവാം, ഗ്രാൻഡ് ഫിനാലെ അല്ലേ? സിംഹമെങ്കിൽ സിംഹം. ശരി, എന്തായാലും പ്രസിഡന്റ് പറയല്ലേ. അത് പറഞ്ഞുതരാം. ഓൺലൈൻ അവതാര പ്രവികളുടെ ആ മൂർത്തിഭാവത്തെ കണ്ട് നിങ്ങൾ ആരും തെറ്റരുത്. ഇല്ല. ഇല്ല. നമ്മുടെ ധ്യാൻ ചേട്ടനല്ലേ അത്? അറിയില്ല, എന്റെ ഒരു പെൺഡ്രൈവ് വന്നിട്ട് ഇത് കുത്തണമെന്ന് പറഞ്ഞു. അയ്യോ. അല്ല, ഇത് ധ്യാൻ ചേട്ടൻ തന്നു വിട്ടതാ? തന്നുവിട്ടല്ല, ഞാൻ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട് ഒരു മഹാസംഭവത്തിന്. കേട്ടാ, വന്നിട്ടുണ്ടാ? വന്നിട്ടുണ്ട്. വിളിക്കട്ടെ? ധ്യാൻ വിളിക്ക്. ചേട്ടാ. പൊന്നു പാർവതി ഒന്ന് വേഗം വാ, ഉള്ള കല്ല് മൊത്തം ദേഹത്ത് കെട്ടി വെച്ചിട്ട് വേഗം. ഇത് വലിയ സ്നേഹമാ, ധ്യാൻ ചേട്ടാ. ഹായ്. നല്ലൊരു ദിവസമായിട്ട് സത്യം. ധ്യാൻ ചേട്ടാ, ഓ, എന്തൊക്കെയുണ്ട്? അയ്യോ. നമ്മളെ വന്നിട്ട് ഒരു വർഷത്തിന് ശേഷം വീണ്ടും കാണുക. ആ, കഴിഞ്ഞ അതെ. ഓണത്തിനാ വന്നേ. കഴിഞ്ഞ ഓണത്തിനാ വന്നത്. ആ, ഒരു വർഷം. ഒരു വർഷം. ഇതാര് മഹാബലിയോ? ഏതോ? മഹാബലിയോ? അത് ചെറുതായിട്ടില്ല. ഞാൻ വന്നതിന് ശേഷം വന്ന്. Yes. പുതിയ ആളാണ്. ദേ കുഞ്ഞാപ്പു ചേട്ടൻ ആ, വാ. ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുത്തേ. ധ്യാൻ ചേട്ടനെ കൊണ്ടുവരാ, സിംഹത്തിനെ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞേ. ആണോ? എന്നിട്ട് ധ്യാൻ ചേട്ടൻ ഇങ്ങനെ സിംഹത്തിനെ പോലെ വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന വീഡിയോ ഞങ്ങൾ കണ്ടു. ആണോ? ആ, വീഡിയോ കിട്ടായിരുന്നു. നീയാണ് ഈ എയിലൊക്കെ ഇത് വൃത്തിയടക്കം ചെയ്യുന്നത്. അലവലാതിയായിട്ടുള്ള ആളല്ലേ? മിസ്റ്റർ ഡിറ്റക്റ്റീവ് ഉജ്ജലൻ, യെസ്. നമ്മളെയൊക്കെ മറന്നല്ലേ? മറന്നിട്ടില്ല, എന്നാലും ഓർമ്മയില്ല. പറ. ഓർമ്മയില്ലേ? ഇല്ല. ഡിറ്റക്റ്റീവ് ഉജ്ജല് ആ, ഒരു കേസും ഇല്ലാതെ ലെട്ടിലെടുക്ക കേസുമായിട്ട് വെറുതെ ആ ഗ്രാമത്തിൽ കൂടെ ഈ വണ്ടിയിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞെടുത്തപ്പ ഇതിന്റെ ടയറിന് മൊത്തം എയർ അടിച്ചെന്ന് ആരാ അവിടുന്ന്? കുഞ്ഞാപ്പു ചേട്ടനാ? ആരാണ്? അത് ആലോചിച്ച് നോക്ക്, ആരാണ്? ചേട്ടനാ? ആരോ ഏറെ അടിച്ച് തന്നു. ആരാ? ആയിരിക്കും. അത് വിട്. ഇത് മാത്രമല്ല, കുഞ്ഞിരാമായണ ലൊക്കേഷനിൽ ഷൂട്ട് നടക്കുന്നിടത്ത് ബേസിന്റെ അടുത്ത് വന്നിട്ട് ആ, നിങ്ങളുടെ പേര് പൊട്ടൻ ലാലു നിട്ടോ എന്ന് പറഞ്ഞു കൊടുത്താരാ?
അത് നീ ആയിരിക്കും. ആണ് അതാണ്. ഓക്കേ, അതെന്താ? ആ. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയിൽ ആ. ഒരു ബന്ധവുമില്ലാത്ത നരച്ച കുറെ വിഗ് വെച്ചെല്ലാരും കൂടെ വിഗ് മൊത്തം എനിക്ക് വിനീത് ഹോൾസെയിൽ ശ്രീനിവാസന്റെ പടത്തിലൊന്നും ഉണ്ടാവില്ല കേട്ടോ നീ ഇങ്ങനെ പോയാ. പുള്ളി അല്ലെങ്കിലേ ഇതുപോലെ തന്നെ എതിർപ്പാ. നിന്റെ കരിയർ വെച്ചിട്ടാണ് നീ അടുത്ത ലൊക്കേഷനിൽ അടുപ്പിക്കൂല്ലോ കേട്ടോ. നരച്ച വിഗ് മുഴുവൻ തന്നതാരാ? നീ ആയിരിക്കും. ആ ലാലേട്ടൻ ഫാൻസിനെ നോക്കിയിരിക്കുക. അപ്പൊ ഇതൊക്കെ ചെയ്തത് എന്റെ ധ്യാനേ ആ. ഇദ്ദേഹത്തിന് അറിയാമോ സത്യമായിട്ട്? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവനെ അറിയ അങ്ങനെ ചോദിച്ചാ പണ്ട് എന്റെ സെറ്റിലൊക്കെ എന്റെ വളർച്ച കാണണമെന്നും ഏകദേശം ഇവിടെ ഇതേപോലെ അങ്ങനെ എന്ത് പറഞ്ഞാലും music വരും. അങ്ങനെ എന്റെ ഒരു കളിക്കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞാപ്പു എന്ന് പറഞ്ഞ ഒരാള്. ഉം. സത്യം പറഞ്ഞ ഞാൻ വളർന്നു കാണണമെന്നും ഞാൻ സിനിമയിൽ ഒരുപാട് സിനിമകൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരാൾ. അവനാണ് ഇവൻ. ആണോ സത്യമായിട്ടും ആ വലിഞ്ഞേറി വന്ന കൂട്ടുകാരൻ ഇവൻ തന്നെ അല്ല ഇവൻ തന്നെ. നമ്മുടെ പ്രസിഡന്റ് കുഞ്ഞാപ്പന്റെ കൂട്ടുകാരൻ. ഓ കണ്ണ് നിറഞ്ഞു പോയി. ആണോ? ഞാൻ പെട്ടെന്ന് എലിമിനേഷൻ ആയി പോയി. Elimination ആയി പോയത്. സന്തോഷായോ? സന്തോഷായി. ആ. ഓക്കെ, അപ്പൊ ധ്യാൻ ചേട്ടാ ആ. എന്തായാലും വന്ന സ്ഥിതിക്ക് ആ. കുഞ്ഞാപ്പ ചേട്ടാ ആ. നമുക്ക് ആ സെഗ്മെന്റിലേക്ക് അങ്ങ് പോവാം. അത് ചെയ്യാം. ചെയ്യാം. സെഗ്മെന്റിന്റെ പേര് ലെവൽ ക്രോസ്. ഓക്കെ. ആ ലെവൽ ക്രോസ് ചെയ്താലേ ഈ സെഗ്മെന്റ് ഒക്കെ കറന്ന് അവിടെ പോയിരിക്കാൻ പറ്റുള്ളൂ. അതിപ്പോഴും പോവാൻ വേണം. ക്രോസ് ചെയ്യണം. ഏ? അത് പറ്റില്ല. ഇവിടത്തെ റൂൾ പ്രകാരം ഇത് ക്രോസ് ചെയ്യാണ്ട് ധ്യാൻ ചേട്ടൻ ഇനി ഈ പൂക്കളത്തിന്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ വിടില്ല. അതൊക്കെ ക്രോസ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് അവർ 3 പേർ. അവര് പാട്ടുകാരല്ലേ? ഞങ്ങൾ ഇന്നലെ ഒരു cross ചെയ്തു. വർഷമായിട്ട് ക്രോസ് Cross ചെയ്തിട്ട് ഒരു ഇതാണ് വർഷമായി. ക്രോസ് ചെയ്തവിടെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും ഗെയിമിലേക്ക് പോവാം. പോവാം. അപ്പൊ ദാ ഓയ് പുലിയൊക്കെ വരുന്നുണ്ടല്ലോ ധ്യാൻ ചേട്ടാ, പേടിക്കണ്ട, വരൂ. അപ്പൊ പ്രോപ്പർട്ടി എത്തി. എന്താ ചെയ്യണ്ടേ? ഒരു പിന്നും ഉണ്ട്. ഇതിൽ ഏത് ബലൂൺ വേണമെങ്കിലും ധ്യാൻ ചേട്ടൻ ചൂസ് ചെയ്യാം. ഓ. ഇതിന്റെ അകത്ത് ആ. ദേ കുറച്ച് പേപ്പേഴ്സ് ഉണ്ടോ ആ, കണ്ടു. മൂന്നെണ്ണത്തിലും. ആ. അപ്പൊ അതിലൊരു ടാസ്ക് ഉണ്ട്, അത് ഓ. ധ്യാൻ ചേട്ടൻ ചെയ്യണം. ആ. ഒന്ന് പൊട്ടിക്കാവുള്ളേ. കുഞ്ഞാപ്പൂ ഒന്ന് ഇല്ല, എനിക്ക് വേണ്ടി. ഞാൻ ഒന്ന് പൊട്ടിച്ച് നേരത്തെ കുടുങ്ങിയതാ. പൊട്ടിച്ച. ആ യെസ്. ലെവൽ ക്രോസ് സെഗ്മെന്റ്. താങ്കൾ അഭിനയിച്ച 10 സിനിമകളിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ 1 മിനിറ്റ് കൊണ്ട് ഒറ്റ ശ്വാസത്തിൽ പറയുക. അത് സിമ്പിൾ അല്ലേ? simple, എത്രയോ simple. പഠനം അത് ചെയ്തിരിക്കുന്നു. പാടായിരിക്കും മിക്കവാറും. ഇല്ല. ആഴ്ചക്ക് 20 സിനിമ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് എന്താ? അത് ഓർത്തിരിക്കാൻ ഒരുവിധം പാടായിരിക്കും. എല്ലാ പേരിലും ഞാൻ പടം ചെയ്തിട്ടുണ്ട്. ശരത്ത്, ഷാന്, എല്ലാ പേരിലും ഞാൻ പടം ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്യാത്ത പടത്തില് അപ്പൊ 1 മിനിറ്റ് 10 എണ്ണം. അശ്വിൻ, ശരത്ത്, ഷാന്, വിനോദ്, സതീഷ്, വിനീത്, ഒരുവിധമല്ല, ഉജ്ജ്വലൻ ആ. എല്ലാത്തിനും ചെയ്തിട്ടുണ്ട്. ശരത്ത് കഴിഞ്ഞൊരു പടത്തിൽ ശരത്തായിരുന്നു. വിനീത് ഉണ്ടോ? അത് ചുമ്മാ അത് അടക്കടിച്ചിട്ടത്. കാരണം വിനീത് നിനക്ക് കിട്ടിയാലും നീ ചെയ്യില്ല. ഇല്ല, ചെയ്യില്ല. ക്യാരക്ടറായിട്ട് മാച്ച് ആയി പോവില്ല പേര്. ഉടായിപ്പ് നടക്കില്ല കേട്ടോ. ഉള്ള 10 പേര് പറ. ഷാനൊക്കെ ഉണ്ട് ഉണ്ടാ? പടത്തില്. ആ, ശരിക്കും. ആ, കാര്യമായിട്ടുണ്ട്. ആ. കാര്യട്ടുണ്ടോ? ആ, ശരത്തുണ്ട്. ആ. 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 പിന്നെ ഉജ്ജ്വലൻ, 3, വേണു, ഉം. വർഷങ്ങൾക്ക് ശേഷം, 4, അടിയപ്പേര്. അടികപ്പ്യാരെ, ബാനു, ആ. 5, കുഞ്ഞിരാമായണം, ലാലു, ആ. 6, ഒരേ മുഖം, സക്കറിയ പോത്തൻ. ഓ. പിന്നെ പടത്തിന്റെ പേരൊന്നും ഓർമ്മ വരുന്നില്ല അല്ലേ? ഇല്ല. 7. നമ്മുടെ തിര. തിര, വരുൺ. ആ. 8. ആ ആയിരിക്കും. വരുൺ. 2 കൂടെ. പടം പറ ഏതെങ്കിലും. എനിക്ക് ഓർമ്മ കിട്ടും. ഇറങ്ങാൻ പോകുന്ന ഏതെങ്കിലും ഒരു പടം. ആ, കാണാൻ കൊള്ളാവുന്ന പ്രിൻസ് ആൻഡ് ഫാമിലി. പ്രിൻസ് ആൻഡ് ഫാമിലി. പ്രിൻസ് ദിലീപ് ഏട്ടൻ. പ്രിൻസിന്റെ അനിയൻ പ്രിൻസിന്റെ അനിയൻ ജിൻസ്. ഒരെണ്ണം കൂടെ. ഒരെണ്ണം കൂടെ. ഒരെണ്ണം കൂടെ. കുറച്ച് ഇത് ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന പടം വള, വള. പുരുഷോത്തമൻ നായർ. ശരിക്കും അതിന്റെ പേര് എങ്ങനെയാ? ആ, എത്ര പ്രായമുണ്ട്? ഈ പ്രായം തന്നെ. ഈ പ്രായം. ഓക്കെ, സൂപ്പർ. അപ്പൊ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കാം. ആക്ച്വലി സ്പീക്കിംഗ് ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, ഒറ്റ ശ്വാസത്തിൽ എന്നാ പറഞ്ഞത്. ഇത് ഒരു ശ്വാസത്തിലല്ല. ഒരു പേര് ഒരു ശ്വാസത്തിലാ പറഞ്ഞത്. ഓരോ പേര് പറഞ്ഞപ്പോൾ കിതക്കുമായിരുന്നു. അല്ല, ഇതൊക്കെ കറക്റ്റാ, പക്ഷെ പേരുകൾ. ആ ആ കുഴപ്പമില്ല, പേരുകൾ ഓർത്തെടുത്ത് പറഞ്ഞല്ലോ. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഈ സിനിമ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത് കേട്ടോ. ഓർമ്മ വരില്ല അല്ലേ? ഇല്ല. എന്നാല് സിനിമ അല്ലാത്തൊരു ചോദ്യം ചോദിക്കാം. ആ ആ, ഓക്കെ. കാരണം ധ്യാൻ ഇപ്പോ ഒരുപാട് ഓൺലൈൻ മീഡിയാസ് ശരിക്കും പറഞ്ഞാൽ ധ്യാനെ വെച്ചിട്ട് കച്ചവടം ചെയ്തോണ്ടിരിക്കുക. അപ്പൊ എന്തുകൊണ്ട് ധ്യാനിന് സ്വന്തമായ ഒരു യൂട്യൂബ് ചാനൽ ഇല്ല? തുടങ്ങാൻ ആഗ്രഹം ഉണ്ടോ? എന്തുകൊണ്ട് ഇല്ല? ഉണ്ടായിരുന്നു. തുടക്കല്ലേ ധ്യാൻ ചേട്ടാ? ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അടുത്ത ഉള്ള ആൾക്കാരൊക്കെ എന്നോട് ചാനൽ തുടങ്ങാൻ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ പലരും 50-50 പ്രോഫിറ്റ് ഷെയറിൽ ചേട്ടാ നമുക്ക് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് തുടങ്ങാന്ന് പറഞ്ഞ കുറെ ആൾക്കാരുണ്ട് എന്റെ അടുത്തൊക്കെ. അവള് പറഞ്ഞു കാണും ഈ 2 ബലൂണൊക്കെ വെച്ചിട്ടുള്ള ഒരാളാണോ? ആ ബലൂൺ ഞാനങ്ങനെ പറയോ? നീയോ നിന്റെ ഏതോ അടുത്ത കൂട്ടുകാരിയാ പറഞ്ഞു. വേണ്ട വേണ്ട വേണ്ട. അല്ല, അത് മിക്കവാറും അവിടെ നിന്ന് വരാനേ ചാൻസ് ഉള്ളൂ. അവള് എങ്ങനെ ഐഡിയ ഉണ്ടായിരുന്നു അവക്ക്. ആ. അപ്പൊ ഞാനത് ആലോചിക്കാം, ചിലപ്പോ ഞങ്ങൾ ഒരുമിച്ച് ചിലപ്പോ ഒരു ഭാവിയിൽ ഒരു യൂട്യൂബ് ഓ അടിപൊളി. ആ അങ്ങനെ ആ ചാനലിന്റെ പേരെന്തായിരിക്കും? ദുരന്തം. അവളുള്ളോണ്ട് ഞങ്ങള് ചേച്ചിക്ക് ഒരു ചാനൽ ഉണ്ടല്ലോ, യൂട്യൂബ് ചാനൽ. അത് ഞാൻ മറന്നിരിക്കുന്നു. അത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അതുകൊണ്ടാണ് ഓക്കെ ആ കഴിഞ്ഞു. ഇല്ല ഇനി ആർക്കെങ്കിലും എന്തിനു ചോദിക്കാണ്ടോ? ഇനി ഷാൻ ഒരു ചോദ്യമുണ്ട്. ഓ നീ സംവിധാനം ചെയ്ത സിനിമ ചെയ്യാൻ പോകുന്ന സിനിമ അല്ല, ചെയ്ത സിനിമ, നമ്മൾ ചെയ്ത സിനിമ ലവ് ആക്ഷൻ ഡ്രാമ. ലവ് ആക്ഷൻ ഡ്രാമ. അതില് നിന്റെ ജ്യേഷ്ഠൻ പാടിയിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. കൊടുക്ക്. പക്ഷെ ജ്യേഷ്ഠൻ ഡയറക്ട് ചെയ്ത ഒരു സിനിമയിലും നീ പാടാത്ത എന്തുകൊണ്ടാ? നിങ്ങളെ പോലത്തെ കൂട്ടുകാര് പറയാത്തോണ്ടായിരിക്കും. ആദ്യം തന്നെ എന്നെ ഒഴിവാക്കാൻ പറയുമല്ലോ. അവൻ വേണ്ട, എന്നെ ഫസ്റ്റ് പടത്തിൽ ഒഴിവാക്കിയതാ അദ്ദേഹം. സ്വന്തമായിട്ട് പുള്ളിയുടെ മ്യൂസിക് കരിയർ അവിടെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഹിറ്റ് ആവേണ്ട പാട്ട് കഴിഞ്ഞ ഓണം വന്നപ്പോ പറഞ്ഞായിരുന്നല്ലോ, എല്ലാ ഓണത്തിനും പറയണം ഒരു പാട്ട്. എന്നെ എന്തുകൊണ്ട് നിങ്ങൾ വിളിക്കണില്ല? ഞാൻ വിളിക്കടാ, ഞാൻ വിളിക്കാം. എപ്പോ വിളിക്കും? അടുത്തതിന് വിളിക്കാം. ശരത്തേട്ടാ വിളിക്കരുത്, പാടാൻ പറ്റില്ല. പാടാൻ പറ്റില്ല. ഇതൊക്കെ ആർക്കും പാടാൻ പറ്റുന്ന പാട്ടുകളാണ്. എല്ലാരും രക്ഷപ്പെട്ടു പോകും. അതെ, ഷാന്റെ പാട്ട് പാടിയ വൈറലാവും. സത്യം. വലിയ കാര്യം. ഷാനെ എന്തൊക്കെയാലും നിന്റെ കള്ളത്തരമൊക്കെ ഇവനും അറിയാമെന്നുള്ളതിൽ എനിക്കൊരു സന്തോഷമുണ്ട്. താങ്ക് യു. ഓക്കെ. താങ്ക് യു. ധ്യാനേ, എനിക്ക് ചോദ്യമൊന്നുമില്ല. ഞാൻ വന്നപ്പോഴേ ധ്യാനിന്റെ അടുത്ത് പറഞ്ഞത് ധ്യാനിന്റെ ചേട്ടനുമായിട്ടാണ് എനിക്ക് കൂടുതൽ കണക്ട് എന്ന് പറഞ്ഞപ്പോൾ ധ്യാൻ എൻ്റെ അടുത്ത് അദ്ദേഹം പാടുന്നതുകൊണ്ടായിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞു അവൻ പാടുമോ? കുറെ സന്തോഷം. അതുമല്ല, ഈ അടുത്ത കാലത്ത് നിങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ അച്ഛൻ, ഞങ്ങളുടെയൊക്കെ അണ്ണാച്ചി ശ്രീനിവാസൻ അണ്ണാച്ചി, അതേ എൻ്റെ നമ്പർ എടുക്കത്തത് മനഃപൂർവ്വം എടുക്കില്ലേ. അവസാനം ഞാൻ അമ്മയുടെ നമ്പർ പിടിച്ച് മേടിച്ച് വിനീതിന്റെ അടുത്ത് വിളിച്ച് സംസാരിച്ചു. കുറേ സന്തോഷം, കുറെ സന്തോഷം. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. കാര്യം എനിക്കൊക്കെ അത്ര ഇഷ്ടമാണ് നമ്മുടെ അണ്ണാച്ചിയെ. പ്രത്യേകിച്ച് അണ്ണാച്ചിക്ക് എന്നെയും കുറെ ഇഷ്ടമാണ്. കാര്യം ഞങ്ങൾ ഒരു പടവും വർക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഫോണ് പോലും എടുക്കാത്തത്. ശരിയോ ഒരുമിച്ച് വർക്ക് ചെയ്ത ആള് ഇഷ്ടം കുറയും ശരത്തേട്ടാ. എനിക്ക് അനുഭവം ഉണ്ട്. സത്യം എനിക്ക് സ്നേഹം കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉദാഹരണം മ്യൂസിക് ഡയറക്ടേഴ്സിനോട് പ്രത്യേകിച്ച് ഷാൻ. ധ്യാനേ, എനിക്ക് ധ്യാനിന്റെ ഒരു പാട്ട് കേൾക്കും. അതാണ് എന്റെ ആഗ്രഹം. നോ ചോദ്യം. നിന്റെ ഓഡിഷൻ ഇവിടെ വെച്ച്. ഇതിലൂടെയാണോ ഞാൻ ഇനി സിനിമാ രംഗത്ത് പാടാനിലേക്ക്? കുഞ്ഞാപ്പു ധ്യാൻ ചേട്ടൻ പാടാൻ പോവാ. ഇവിടെ പാടാം. എന്നാ ആദ്യം നീ ഒരു പാട്ട് പാടും. എന്റെ പഞ്ചായത്തിൽ ഞാൻ പരിപാടി അല്ല നടത്തിയതേ ശരിക്കും ഞാൻ അറിഞ്ഞിട്ടില്ല. കുഞ്ഞാപ്പു ചേട്ടന് പാടാൻ അറിയോ? ഇല്ല, കഴിഞ്ഞല്ലോ. പറഞ്ഞു വാക്ക് മാറ്റാൻ പാടില്ല. ധ്യാൻ ചേട്ടൻ പാടാന്ന് പറഞ്ഞു. ഏത് പാട്ടാണ് ഇന്ന് ഈ ഗ്രാൻഡ് വെറുതെ കഴിവില്ലാത്തവനെ കഴിവുണ്ടെന്ന് പറഞ്ഞ് അവസാനം എന്നെ പാടി തന്നെ ചിരിക്കാനല്ലേ ഇവിടെ? ഒരിക്കലും അല്ല. ഇത് ഇപ്പത്തെ ട്രെൻഡിങ് പാട്ട് പാടാം. ഏത് കൂടാണ്? അല്ലല്ല, മറ്റേ നിറത്തിലെ പ്രായം തമ്മിൽ മോഹം. ധ്യാൻ ചേട്ടാ റെഡി? റെഡി. അപ്പൊ ഏതാ പാടാൻ പോന്നെ? 4 വരിയാണ്. കുറച്ചുകൂടെ ഒരു അനുപല്ലവിയും കൂടെ പാടിത്തരും ഞങ്ങക്ക്. പല്ലവി തീർത്തിട്ട് അനുപല്ലവി. ഏതാ പാട്ടേതാ? പല്ലവി ശരിയായി കിട്ടിയാൽ അനുപല്ലവി കൂടെ സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഷുവർ. പ്രായം തമ്മിൽ മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി, പ്രേമം നെഞ്ചിൽ രാഗം നൽകി. അപ്പോ ചാലഞ്ച് റൗണ്ടിലെ ഫസ്റ്റ് പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. അഭിനവ് വന്ന് തകർത്തു പോയി. അതെ. എന്താണ് ശരത് സാർ അഭിയുടെ പാട്ട് കേട്ടിട്ട്? ഗ്രാൻഡ് ഫിനാലയില് വലിയ പാട്ടൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അഭിപ്രായം പറയാൻ പാടില്ലല്ലോ. ഇല്ല, എന്നാലും എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു വൈബ് എന്ന് മാത്രം ഞാൻ ചോദിച്ചോളൂ. പാട്ടിനെ കുറിച്ച് അതിനെ കുറിച്ച് കൂടുതൽ ധ്യാൻ സംസാരിക്കുന്നതായിരിക്കും ആഴത്തിൽ. അല്ല ധ്യാൻ ചേട്ടാ, ഒരു ചോദ്യം ചോദിക്കാം. കാരണം മുന്നേ മനോജേട്ടൻ വന്നു, മനോജ് കെ ജയൻ. മനോജേട്ടൻ വന്നപ്പോ ശരത് സാർ പാട്ട് പാടി മനോജേട്ടൻ ഇങ്ങനെ ആക്ട് ചെയ്ത് കാണിച്ചു. ഇപ്പൊ ചിത്രം സിനിമയില് നമ്മുടെ ലാലേട്ടൻ അതുപോലെ ചെയ്യുന്നു. ഇത്തരം ഒരു ക്യാരക്ടർ, നല്ല സംഗതികളൊക്കെ ഉള്ളൊരു പാട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ധ്യാൻ ചേട്ടൻ എങ്ങനെയായിരിക്കും അത് ചെയ്യുക? ആ ഒരു ചാലഞ്ച് ഏറ്റെടുക്കോ? ഞാൻ എന്തും ചെയ്യും.
എന്താ ചെയ്യേണ്ടത്? എന്നാലും നിന്റെ ഒരു ആക്ടിങ്ങിനോട് അതെ. ആ ഒരു റോളിനോടുള്ള സമീപനം എങ്ങനെയായിരിക്കും? അതെ. ഏത് റോള്? ഇത് ഫുൾ ഇങ്ങനത്തെ സ്വരങ്ങളൊക്കെ ഉള്ള ഒരു പാട്ടാണ് ഒരു കിട്ടുന്നത്. തമ്പൂരൊക്കെ തന്ന് ആ ഇപ്പൊ ചിത്രത്തില് പാടാനുള്ള നമ്മുടെ പോലെ. ചിത്രത്തില് ലാലേട്ടൻ ചെയ്യണം കണ്ടിട്ടില്ലേ? അതൊക്കെ ചെയ്യും. ഒരു 10-20 കട്ടുപോകുന്നേ ഉള്ളൂ. അതെ, നമുക്കിത് എടുത്തെടുത്ത് പോവാലോ. ആ അതിനുവേണ്ടി ഞാൻ വേണമെങ്കിൽ ആ പാട്ട് സമയമുണ്ടല്ലോ, ഞാൻ നിർത്തി പാടാം. നിർത്തി അത് പോവാ. ശരിയാ, ഒറ്റ ടേക്കിൽ പോകണം നിർബന്ധമൊന്നുമില്ല. ഇല്ല. കട്ട് എടുക്കാം. ആ. അല്ല, ഞാൻ വേണമെങ്കിൽ ആ പാട്ട് ഞാൻ പാടും. അത് വേണോ? അതെന്താ? ഇപ്പൊ പ്രായം തമ്മിൽ കേട്ടങ്ങ് പോയല്ലേ. അല്ല, അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ തയ്യാറെടുപ്പില്ലാത്തതുകൊണ്ട് എനിക്ക് ഒരു ദിവസം സമയം തരുമോ? നിങ്ങൾ ഇതൊന്ന് നന്ന് നെട്ടി വെക്കുവാണെങ്കിൽ ഞാൻ ഫിനാലെ നീട്ടി വെക്കുവോ? അതാ പറഞ്ഞു, ഇതിന് വേണ്ടിട്ട് നീട്ടി വെക്കണ്ട. ചെറിയ സംഗതി ട്രൈ ചെയ്ത് നോക്കുന്നു. ശരത് സാർ സപ്പോർട്ട് ശരത് സാർ support ചെയ്യും. സാർ അവിടെ കൂടുതൽ നിന്ന് സപ്പോർട്ടിലായിരിക്കും. അഭിനയിച്ചാ മാത്രം മതി. അഭിനയിക്കില്ല, ഞാൻ പാടി ട്രൈ ചെയ്യാം. ഓക്കെ, എന്നാ ശരത് സാർ ഓക്കെ, ആ ഒരു ചലഞ്ച്. ഞാൻ ഏതറിയാം? എനിക്കൊന്നും അറിയില്ല. പോടായിരുന്നു. അല്ല, എനിക്ക് ലിപ്പിയാണെങ്കിൽ എന്തെങ്കിലും അറിയണ്ടേ, അതുകൊണ്ടാ ചോദിച്ചത്. സാർ എന്തൊക്കെ പറയണം, അത് ഞാൻ തിരുത്തി നന്നായി പാടിത്തരാം. അല്ല, ലിപ്പ് ചെയ്യാനല്ല സർ, ശരത് സർ പാടാനാണ്, ലിപ്പ് ചെയ്യാനല്ല. സംഗതി പാടി നോക്കാൻ. എടേ അനൂഫേ, ആ നീ ഫ്രീ ആണെങ്കിൽ ഒരു ശ്രുതി എന്തെങ്കിലും കൊടുക്കും. ഫ്രീ അല്ലാന്ന്. ഓക്കെ, റെഡി. ഒരു വലിയ കൈയടി കൊടുത്തേ. എനിക്ക് ധ്യാന വേണുചേട്ടൻ, ആ ലാലേട്ടൻ, ആ തിരുമേനി. ഓക്കെ. ധ്യാന റെഡിയാണോ? റെഡി റെഡി റെഡി. പ്രണതോസ്മി. പാട്. ചാലഞ്ച് എടേ, എന്താ ഏറ്റെടുത്താണ്. ഇത്? കമോൺ, പാട് പാട് പാട്. ശരത് സാർ ഒന്നൂടെ. പ്രണതോസ്മി. ആ, വാ വാ. സൂപ്പർ. മതി 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 മതി. ഇല്ല ഇല്ല ഇല്ല. അല്ല, അങ്ങനെ പ്രണതോസ്മി എന്ന് പാടി നിർത്തിക്കൂടാ. ആ അത് മോശം. ഗുരുവായൂപുരേശം. I quit. ധ്യാൻ ചേട്ടാ ഭയങ്കര രസായിരുന്നു. ഇത് അയ്യോ, നല്ല രസമായിരുന്നു താനെ. ശരത്തേട്ടാ, ശരത് സാർ, സാർ. അല്ല, ഞാൻ സാറെന്ന് വിളിക്കാം, വൃത്തികെട്ടോ. അല്ല, ഞാൻ ഗുരുവായിട്ട് കണ്ടു പോയി. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഇത് പാടാൻ പറ്റില്ല. ഇത് ഷാനിക്കൊക്കെ പോലും പറ്റൂല. Try പിന്നെ ചെയ്യ്. ഷാനിക്കൊന്ന് പാടിക്കും Try ചെയ്യ്. ആ വൃത്തിയുടെ ശബ്ദത്തിൽ. റഫറിയാണ്. എന്നാ ആക്ട് ചെയ്. അത് വേണം. ആ ഓക്കെ ഓക്കെ, മൈക്കൊക്കെ മാറ്റിക്കോ. പ്രണതോസ്മി കഴിഞ്ഞിട്ട് എന്തായിരുന്നു സാർ? പ്രണതോസ്മി ഗുരുവായൂപുരേശം. ഗുരുവായൂർ. അത് ആക്ട് ചെയ്യാം. ഓക്കെ റെഡി. പ്രണതോസ്മി ഗുരുവായൂപുരേശം. ആ ആസാദ്യം. ആ കൈയൊക്കെ ഇങ്ങനെ പോയിട്ട് ഇതിങ്ങനൊക്കെ പോയി. ആ. എന്താത്? ആണോ? ആ, ഞാൻ എന്റെ കൈ നോക്കിയിട്ടാ ഞാൻ പാടിയത്. അപ്പൊ ഞാന് കലക്കി, ഇങ്ങനെ ഒരു കലക്കി. ക്യാരക്ടർ വന്നാ പൊളിക്കും അല്ലേ ശരത് സാർ? പിന്നെ തകർക്കും. ഓക്കെ സൂപ്പർ, ഒരു വലിയ കൈയടി ധ്യാൻ ചേട്ടൻ. സൂപ്പർ. ഞാൻ കലക്കിട്ടാ തകർത്തു. സൂപ്പർ സ്റ്റാറിന്റെ ഗ്രാൻഡ് ഫിനാലെ വേദിയില് ഇപ്പൊ ശരിക്കും ഒരു ഗ്രാൻഡ് ഫിനാലെ മൂഡ് വന്ന് കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ ഷാനിക്ക? ശരത് സാർ ഉറപ്പായിട്ടും എന്താ പറയണ്ടേന്ന് എനിക്ക് അറിയില്ല. ബ്യൂട്ടിഫുൾ. താങ്ക് യു താങ്ക് യു താങ്ക് യു. കാര്യം ഞാനിത് ഇപ്പം ധ്യാൻ്റെ കാര്യം എടുത്താൽ തന്നെ ഈ പാട്ട് ഞാനിപ്പോഴാണ് കേൾക്കുന്നത്. ആരും കേട്ടിട്ടില്ല ഈ ഒരു പാട്ട്. അതൊരു സങ്കടമാണ്. നമ്മളൊരെണ്ണം ചെയ്തിട്ട് എൻ്റെ വീട്ടുകാർ മാത്രം കേൾക്കാനല്ലല്ലോ ഞാൻ മ്യൂസിക് ചെയ്യുന്നത്, നാട്ടുകാരും കൂടെ കേൾക്കണ്ടേ. അപ്പോൾ അവർ വളരെ കുറച്ച് പേരെ കേട്ടിട്ടുള്ളൂ ഈ ഒരു പാട്ട്. എന്തൊക്കെയാലും അങ്ങനെ ഒരു എന്താ പറയണ്ടേ, ഒരു എഫർട്ട് എടുത്ത് അത് അത്രയും കഷ്ടപ്പെട്ട് ആ കുഞ്ഞ് പഠിച്ചേക്കുന്നത് നമുക്ക് പറയാതിരിക്കാം. അവൻ പാടുമ്പോൾ ടെൻഷൻ കൂടുതൽ എനിക്കായിരുന്നു. ഞാൻ ശ്വാസമൊന്നും എനിക്ക് നിരാജീവമായി എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കൊണ്ടെത്തിച്ചു ഈ പാട്ട്. കുറെ സന്തോഷമായി, കുറെ സന്തോഷം. സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലൂടെ ബദ്രിയിലൂടെ ഈ പാട്ടിനി ഒരുപാട് പേര് എന്തായാലും കേട്ടിരിക്കും. അത്ര മനോഹരമായിട്ടാണ് ബദ്രി പാടിയത്. ധ്യാൻ ചേട്ടാ, എനിക്ക് ധ്യാൻ ചേട്ടന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ധ്യാൻ ചേട്ടന്റെ എക്സ്പ്രഷൻ, എനിക്കിങ്ങനെ ഇവൻ പാടുന്നതായിട്ട് ഇങ്ങനെ ഇവിടെ നോക്കുമ്പോ ധ്യാൻ ചേട്ടന്റെ എക്സ്പ്രഷൻ കണ്ടിട്ടുണ്ടല്ലോ. അതായത് പാറു, ആ അതായത് 3 പേജ് ലിറിക്ക്. ഞാനിത് ഇങ്ങനെ ഒന്നിങ്ങനെ മറിച്ച് ഇത് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ നോക്കുമ്പോ ഇതും കൂടി കഴിയുമ്പോ അവന്റെ മുഖം അങ്ങ് മാറി. എന്താ ഇത്? എന്നിട്ട് ഞാൻ ഷർത്തോട് ഇതിന്റെ ഡ്യൂറേഷൻ എത്രയുണ്ട്? 13.5 മിനിറ്റ് എന്ന് പറഞ്ഞു. 13.5 മിനിറ്റോ? ലോകത്തിലെ ഏറ്റവും വലിയ പാട്ട് ഇതാണോ?
അല്ല ഈ പാട്ട് കുറെ പ്രത്യേകതകളുണ്ട് ഉള്ള പാട്ടാ ഇത്. പാട്ട് ശരത് സാറിന്റെ ആണ് ഇപ്പഴാണ് അറിയുന്നത്. പക്ഷെ എന്നാൽ പോലും ഈ പാട്ട് ശരത്തേട്ടന്റെ മുന്നിൽ നിന്നിട്ട് പാടാൻ കാണിച്ച അവന്റെ ധൈര്യം, സൂപ്പർ. അതിന് വലിയൊരു കൈയടി വേണം ധൈര്യത്തിന്. പിന്നെ ഗിന്നസ് ലോകത്തിലെ ഏറ്റവും വലിയ പാട്ട്. അതും കൂടെ കൊടുത്തേക്കാം. പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിയുമ്പോഴേക്കും മറ്റേ എനിക്ക് വന്ദനത്തില് ജഗദീശങ്ങളുടെ ഒരു സീനുണ്ട്. ജഗദീശങ്ങള് ചേസ് ചെയ്തിട്ട് ലാലങ്ങളെ ചേസ് ചെയ്ത് ഓടിപ്പോയി എവിടെയൊക്കെയോ ചാടി അവസാനം ഏതോ സ്വിമ്മിങ് പൂളിന് അവിടെ വന്നിട്ട് നിന്നിട്ട് കപ്പ് പിടിച്ച് നിൽക്കുന്നില്ലേ? അതുപോലെ എനിക്കിവിടെ കപ്പ് എവിടെ ഉണ്ടെങ്കിൽ അവൻ ആ ലാസ്റ്റ് കാണിക്കുമ്പോൾ കപ്പെടുത്ത് അവന്റെ കയ്യിലോട്ട് കൊടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഒരു പാട്ട് തുടങ്ങുമ്പോഴേ ഒരു കയ്യടി വീഴണമെങ്കിൽ അത് ശരത്തേട്ടന്റെ പാട്ടായിരിക്കണം അല്ലേ? സാധാരണ പാട്ട് കഴിഞ്ഞതിന് ശേഷമാണ് കയ്യടി വീഴാറ്. ഇത് പാട്ട് തുടങ്ങിയ ഒരു മിനിറ്റ് ആകുമ്പോഴേക്കും, ഒരു മിനിറ്റ് അല്ല 30 സെക്കൻഡിൽ തന്നെ കയ്യടി വീണു. ഓ, ഇത്രയും പുകഴ്ത്തിയ സ്ഥിതിക്ക് ശരത് സാറിന്റെ ഒരു പാട്ട് ധ്യാൻ ചേട്ടൻ അഭിനയിക്കാനുള്ള ഭാഗ്യം സാറിന്റെ പ്രതിഷേധമാണ് മലയാള സംഗീത ലോകത്തിനോടുള്ള ഈ പാട്ട്. ഇനി ഇതിൽ പരം വേറൊന്നും ഇതിനപ്പുറം ഇല്ല. ഇല്ലാന്ന്. ശരത് സാർ ഒന്ന് വേദിയിലേക്ക് വരുമോ സർ പ്ലീസ്? എന്റെ ഒരു റിക്വസ്റ്റ്, ഒന്ന് നമ്മുടെ ഫ്ലോറിലേക്ക്. ശരത് സാർ, ഞാൻ പാട്ട് കേട്ട് ഞെട്ടിയിരിക്കുക. ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ? ലവ് യു ടു സർ. നീ എന്നെ കെട്ടിപ്പിടിക്കാനാണോ അവിടുന്ന് വരുത്തിയത്? അല്ല, എനിക്കിങ്ങനെ പറയാ ഞാൻ. എന്നാലും ആ പാട്ടിന്റെ ഒരു വൈബ് നമുക്കിങ്ങനെ പോകുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതാ അല്ലേ? തീർച്ചയായും ഒരു അപാര കമ്പോസിഷൻ. അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇവൻ പറഞ്ഞ പോലെ എല്ലാവരോടുള്ള ഒരു പ്രതിഷേധമാണ്. ഒറ്റ കമ്പോസർ ഇതുപോലെ കമ്പോസ് ചെയ്യരുത്, ഒന്നാമത്തെ കാര്യം. ഒറ്റ പാട്ടുകാരൻ ഇതുപോലെ പാടരുത്, രണ്ടാമത്തത്. ഒരു ബെഞ്ച് മാർക്ക് പാട്ട്. അതെ, എന്താണ് സർ? താങ്ക് യു ഷാനെ. അപ്പൊ എന്തായാലും നമുക്ക് ജഡ്ജ്മെന്റ് ഒന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് ഇത് ഇവിടെ വെച്ച് അങ്ങോട്ട് നിർത്തുകയാണ് ഞാൻ. പക്ഷേ ഷാനിക്ക ചേച്ചി, ധ്യാൻ ചേട്ടാ കേട്ടോളൂ. നമ്മളെ രാജാ സാറിനെയൊക്കെ പറ്റി പറഞ്ഞു. അതുപോലെ നമ്മുടെ ഫ്ലോറിൽ നമ്മളെപ്പോഴും സാറ് സംസാരിക്കുന്ന രണ്ടാൾക്കാരുണ്ട്. മഞ്ജരി ഷാൻ അല്ല, ഒന്ന് നമ്മുടെ സീത ചേച്ചി, പിന്നെ നമ്മുടെ ദിയക്കുട്ടി. രണ്ടുപേരെ പറ്റിയും എപ്പോഴും നമ്മൾ സംസാരിക്കും. പ്രത്യേകിച്ച് കണ്ണൂരാജൻ സാറിന്റെ പാട്ടുകൾ വരുമ്പോ നമ്മൾ എന്തായാലും ചേച്ചിയെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അപ്പൊ ഈ ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ നമ്മളൊക്കെ അവരുടെ ഒരു പ്രസൻസ് കൊണ്ടുവരണ്ടേ? എന്ത് പറയുന്നു? തീർച്ചയായും. ധ്യാൻ ചേട്ടാ, ആർ യു റെഡി? ഒരുപാട് സ്നേഹത്തോടെ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ് സീത ചേച്ചിയെയും നമ്മുടെ ദിയ മോളെ. ശരത് സാറിന്റെ ഫാമിലി എത്തിയിരിക്കുകയാണ്. സീത ചേച്ചിയും ദിയ മോളും. നിങ്ങളെ പറ്റി ഒരുപാട് സാർ ഇവിടെ പറയും. എസ്പെഷ്യലി കണ്ണൂരാജൻ സാറിന്റെ കാര്യം പറയുമ്പോഴാണ് കൂടുതൽ കഥകൾ ഇവിടെ വരാറുള്ളത്, അല്ലേ സാർ? അതെ. ഞാൻ ആദ്യം തന്നെ സീത ചേച്ചിയോട് ചോദിക്കുകയാണ്, കണ്ണൂരാജൻ സാറിനെ പോലെ ഇപ്പൊ ചിത്രം പോലത്തെ സിനിമ ഒരുപാട് എവർഗ്രീൻ ഹിറ്റ്സ് നമുക്ക് തന്നിട്ടുള്ള ഒരു മ്യൂസിക് കമ്പോസറുടെ മകളാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരത് സാർ ഇപ്പൊ ധ്യാൻ ചേട്ടനൊക്കെ പറഞ്ഞ പോലെ പാട്ടുകളൊന്നും പാടാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ സോങ്സ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ഈ അച്ഛന്റെയും ഭർത്താവും രണ്ടുപേരും കമ്പോസേഴ്സ്, ഇവരുടെ ഇടയിലുള്ള ഒരു ജീവിതം എങ്ങനെയായിരുന്നു? ബ്ലെസ്ഡ് ആയിട്ടാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. അച്ഛന്റെ മകളായിട്ടും ശരതന്റെ വൈഫായിട്ടും സോ ഹാപ്പി. അച്ഛന്റെ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം. ഇതൊക്കെ അച്ഛന്റെ പാട്ട് വിട്ടൊരു തമാശകളി ഇല്ല. അത് അച്ഛൻ എന്ന് പറയുമ്പോ ആ ഒരു ഫീല്. എനിക്ക് ശരതന്റെ പാട്ടും ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു അച്ഛനാണ് ഈ കൊച്ചിന്റെ. എന്നെ അങ്ങനെ കണ്ടാ മതി. 2 മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ മക്കള്. അല്ല, ഞാൻ ഷാനെ അവിടെ ചാൻസ് തേടി പോയതാ വീട്ടില്. എന്നിട്ട് മോളെയും കൊണ്ടുപോയി. കൊണ്ട് ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പം വീട്ടിലുണ്ടാവും. അവിടെ അച്ഛനെ കാണാൻ വെയിറ്റ് ചെയ്യും. അച്ഛൻ പാട്ടിട്ട് തന്നതുമില്ല.
അല്ല, ചെറിയ ചെറിയ സ്റ്റോറീസ് ഞങ്ങൾ കേട്ടു. അങ്ങനെ നിങ്ങൾ പ്രണയത്തിലായി, നിങ്ങൾ ട്രെയിനിൽ പോയ ചെറിയ ചെറിയ സ്റ്റോറീസ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ദിയമോള് ചിരിക്കും. ട്രെയിനിൽ പോയെന്ന് എവിടെ? ഷാനിക്ക, അല്ല അത് കല്യാണം കഴിഞ്ഞിട്ട് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് അതാണ് ഞാൻ രജിസ്റ്റർ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കൊരു ജനുവരിയിലായിരുന്നു നമ്മുടെ രജിസ്റ്റർ. മാരേജ് മാർച്ച് 19. ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ പോയത്. പക്ഷെ ഒളിച്ചോടി പോയി വന്നു എന്നൊക്കെ പറഞ്ഞു. ചെറിയ തോതില് ചെറുതായിട്ട് അത്രേ ഉള്ളൂ. ഓക്കെ. എന്നാൽ ആ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും കാണുന്ന ആ ഒരു അല്ല, മൊമെന്റ് അതൊക്കെ ഒന്ന് share സാധാരണ ചാൻസ് ഒക്കെ ചോദിക്കാൻ പോകുമ്പം പാടാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ അവര്. ഫാമിലി ആയിട്ട് വരും. അമ്മ, സഹോദരൻ, സഹോദരി, എല്ലാരും. അതായിരുന്നു ഒരു ഭയങ്കര എനിക്കൊരു സപ്പോർട്ട് വേണ്ടേ? അതെ, അതുകൊണ്ട് ഞാൻ എല്ലാവരായിട്ട് പോകുന്നു. എന്നിട്ട് എല്ലാരും ഉണ്ട്. അത് ഒരു പെണ്ണ് കാണല് പോലെ ആയി അവസാനം ചേച്ചിയെ കൊണ്ടുപോകുന്നത്. ചേച്ചി ഇപ്പം ഇദ്ദേഹം ഇതുപോലത്തെ കടിച്ചാ പൊട്ടാത്ത ഒരുപാട് പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ ചേച്ചിയുടെ ഫേവറേറ്റ് കോമ്പോസിഷൻ ഏതാണ് ഇദ്ദേഹത്തിന്റെ? അതെ, ഒത്തിരി ഉണ്ട് ഷാൻ. എന്നാലും ഏതെങ്കിലും ക്ഷണക്കത്ത് തന്നെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഏതാണ്? ക്ഷണക്കത്ത്. അത് ചെയ്തില്ലേ? ക്ഷണക്കത്ത്, obviously. അത് സിന്ദൂരരേഖ കുറേ ഉണ്ട്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണല്ലേ? അതുപോലെ ഞാൻ പുതിയ പാട്ടുകൾ ഉണ്ടാക്കുമ്പോൾ നല്ല തെറി പറയുന്ന ആളുകളായ അവർ രണ്ടുപേരും. ഈ കൊച്ചൊരു ദിവസം കരഞ്ഞ് ഞാൻ എൻ്റെ ഒരു ട്യൂൺ കേട്ടിട്ട്. അവർക്ക് വേറെ ഒന്നുമല്ല അവള് പറഞ്ഞത്, അച്ഛാ ഇതെങ്ങനെ റിലീസായിട്ട് എന്റെ ഫ്രണ്ട്സ് കാണുമ്പോ ഞാൻ അവരുടെ അടുത്ത് എന്ത് പറയും, ഇത് എന്റെ അച്ഛനാ ചെയ്തത്, അത്ര ബോറായിരുന്നു ആ പാട്ട്. അത്രയൊന്നുമല്ല. അച്ഛൻ എന്നാലും അത് പറഞ്ഞോ, സത്യം പറഞ്ഞോ മോളെ, ബി ട്രൂ, ബി യുവർസെൽഫ്. ചില പാട്ട് അച്ഛന്റെ രീതിയിൽ ഇല്ലാതിരിക്കുമ്പോ ഒരു ചെറിയ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം അത്രേ ഉള്ളൂ. അത് അത്രല്ലേ ഉള്ളൂ. എന്റെ മോനൊക്കെ പറയും, എന്റെ പൊന്നു പപ്പ ഇതൊന്നും ദയവ് ചെയ്ത് ഇറക്കരുത്. ഞാൻ അപ്പൊ തന്നെ ആ പെൻഡ്രൈവ് അവൻ പറഞ്ഞു വേറെ. ഓക്കെ, അത് എനിക്ക് തോന്നുന്നു ധ്യാൻ വല്ലതും കൊടുത്തു കാണും. അങ്ങനെ പറയുന്നത് ശരിയാ, അങ്ങനെ പറയുന്നത് ശരിയായിരിക്കും കേട്ടോ. കാരണം ഒരു മകളും മകനും അച്ഛന്റെ നാശം ആഗ്രഹിക്കൂല. ഇല്ല, അവരെ മക്കള് പറയുന്നത് കേൾക്കും. എന്റെ അച്ഛനോട് ഞാനിപ്പോ ഇടയായിട്ട് പറയാറുണ്ട്, അച്ഛൻ അത് ചെയ്യണ്ട, അച്ഛനനുസരിക്കും. ആണല്ലേ? മുന്നേ അനുസരിക്കുമായിരുന്നു. ആണല്ലേ? ഓക്കെ. അപ്പൊ ദിയമോൾക്ക് ഏറ്റവും ഫേവറേറ്റ് സോങ് ഏതാണ്? കൊറേ ഉണ്ട്. മായാമഞ്ഞലിൽ, തമിഴില് നീ കോറിനാൾ, ഇങ്ങനെ കൊറേ തെലുങ്കുല് നാനോവേ. എനിക്ക് എല്ലാത്തിലും ഫേവറേറ്റ്സ് ഉണ്ട്. അച്ഛന്റെ പാട്ട് എനിക്ക് ഫേവറേറ്റാ. അപ്പൊ മുത്തശ്ശന്റെ പാട്ടുകൾ ഏതാ ഇഷ്ടം? മുത്തച്ഛനെ അറിയാമോ കുഞ്ഞിനെ? അല്ല, അന്ന് അറിഞ്ഞിരിക്കാൻ പറഞ്ഞു. പീരിയേഴും കൊറേ ഉണ്ട്. അതും എനിക്ക് എല്ലാ ഫേവറേറ്റ്സാ രണ്ടിന്റെയും. കാര്യം ഫേവറേറ്റ് അല്ലെങ്കിൽ ഇവള് ഇടിച്ച് ശരിയാക്കും കൊച്ചിനെ. പിന്നല്ലാണ്ട് അച്ഛനെ വിട്ടൊരു കളിയില്ല. ഓക്കെ. ഇപ്പൊ സൈക്കോളജി ഒക്കെയാണ് പഠിക്കുന്നതെന്ന് ഇവിടെ പറഞ്ഞു. അതുകൊണ്ട് അച്ഛന് പേടിയാണ് മുമ്പിൽ വന്ന് നിൽക്കാന്നൊക്കെ ഇവിടെ ശരത് സാർ നമ്മളോട്. വെറുതെ അല്ലേ? എന്തോ റാങ്ക് ഹോൾഡറോ കോളേജ് ടോപ്പറോ അങ്ങനെ എന്തോ അല്ലേ? പക്ഷേ എന്തൊക്കെയാണ് പറഞ്ഞ കേക്കട്ടെ. പറയൂ, ഞങ്ങൾ അല്ല മോളെ, എന്താ പഠിക്കുന്നതെന്ന് പറയാം. BSc സൈക്കോളജി ഹോണേഴ്സ്. ഓക്കെ, ശരി. അത് അവള് കോളേജ് ടോപ്പറാണ്. ഫാന്റാസ്റ്റിക്. ഇത് ചേച്ചി, ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കാൻ പോകുന്ന ഒരു ശീലം ഉണ്ടല്ലോ. അത് വർഷങ്ങളായിട്ട് അങ്ങനെ ഇപ്പോഴും ഉണ്ട്. ആണല്ലേ? പോയിട്ട് വന്നതിന് ശേഷമാണ് ചായ പിന്നീട് എന്റെ കയ്യിൽ നിന്ന് കുടിക്കണം. പക്ഷെ കാലിൽ എണിച്ച് മുങ്ങും. കാലത്തെ രാവിലെ പോകും ഞാൻ രക്ഷപ്പെടും. അത് സ്ഥിരമാ. വീട്ടിൽ ഇങ്ങനെ തന്നെയാണോ? ഇങ്ങനെ അല്ലല്ല, നമ്മൾ ഒരു തമാശയില്ല വീട്ടില്. കാര്യം എന്തെങ്കിലും പറഞ്ഞ കൊച്ചു പറയും ക്രിഞ്ച്. വേണ്ട, ഒരു കാര്യത്തിലും ഒരു സീരിയസും. അത് പാർവതി, ഒരു പ്രാവശ്യം ഞാൻ ശരത് സാറിന്റെ ബർത്ത്ഡേ സമയത്ത് ഞാൻ സാറിന് വേണ്ടിട്ട് ഒരു ചെറിയൊരു വീഡിയോ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഒരു പാട്ടുണ്ടാക്കി. അപ്പൊ അതിനുശേഷം ദിയമോളെ ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു, മോളെ അച്ഛന്റെ എങ്ങനെയാ വീട്ടില് തമാശയൊക്കെ പറയോ, അതിനെ കുറിച്ച് എന്തെങ്കിലും അച്ഛനോ തമാശയോ, അച്ഛൻ തമാശ എന്ന് പറയോ. അപ്പൊ സാറിന്റെ അടുത്ത് ഞാൻ ഈ കാര്യം പറയാം, എന്റെ തമാശകൾ ഏക്കാത്ത ഒരേ ഒരു സ്ഥലമുള്ളൂ എന്റെ വീട്. ആള് പക്ഷെ ഭയങ്കര കൂളാ. ഒരു കാര്യത്തിന് ദേഷ്യമോ അങ്ങനെ യാതൊന്നുമില്ല. എന്താ പറയാ, ഇങ്ങനെ ഒരു അത് പ്ലസ്സും ആണ് മൈനസും ആണ്. നമ്മൾ സീരിയസ് ആയിട്ട് ഞാനൊന്നിനും ടെൻഷൻ ആവത്തില്ല. ഞാൻ ഒരേ ടെൻഷൻ ആക്കത്തുമില്ല. പിന്നെ അവരെ ശല്യപ്പെടുത്തത്തില്ല. കല്യാണം കഴിച്ചു പോയെന്നുള്ളൊരു ചോറുണ്ടാക്കടി, മീൻ വറുക്കൂ, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഉഗ്രം കുക്കാണ്, അസാധ്യ കുക്കാണ്. ഉണ്ടാക്കിയാൽ നമ്മളെ വിളിക്കും, പോയി തിന്നും, അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. ഞാൻ ഒരു
കൂൾ, ഐ ആം എ കൂൾ ഗൈ ആണ്. സത്യമാണ് കേട്ടോ. ആണ് പക്ഷെ ഓക്കെ. പുറത്ത് ആർക്കും അത് അധികം അറിയില്ല. കാണുമ്പോ എന്ത് ഭയങ്കരം എന്നൊക്കെ തോന്നുമായിരിക്കും, എനിക്കറിയില്ല. അതെ. പക്ഷെ ആള് ഭയങ്കര അല്ല, അത് നമുക്ക് ഭയങ്കരം എന്ന് തോന്നുന്നത് അതാ ഇതുപോലത്തെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. അല്ല സീത ചേച്ചി ഇപ്പൊ ആ പാട്ട് കേട്ടില്ലേ ലൈവായിട്ട്? എന്താ തോന്നിയേ? ഞങ്ങൾ അതിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരുന്നേ. അല്ല, ഞാനും അതിനെ സംസാരിച്ചിട്ട്. പക്ഷെ ആ കുട്ടി ഭയങ്കരായിട്ട് സൂപ്പർ, അടിപൊളി. അപ്പൊ എന്തായാലും പ്രേക്ഷകർ എല്ലാരും കാത്തിരുന്ന ഒരു മൊമെന്റ് ആണ്. കുറെ നാളായിട്ട് കാത്തിരിക്കായിരുന്നു ശരത് സാറിന്റെ ഫാമിലിയെ കാണണം എന്നുള്ളത്. അപ്പൊ ഇതാണ് ശരത് സാറിന്റെ വൈഫും മകളും. നമ്മുടെ പ്രേക്ഷകർക്കൊരു ഹായ് കൊടുക്ക്. ഹായ്. അപ്പൊ താങ്ക് യു സോ മച്ച്. ഓക്കെ, you. താങ്ക് യു. ധ്യാൻ ചേട്ടാ, ഒരുപാട് ചാലഞ്ചസ് ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഒരാളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ റൗണ്ടിലേക്ക് അങ്ങ് നേരിട്ടങ്ങ് പോയാ പോരെ. എന്നാലും ഒരു ചെറിയൊരു മോട്ടിവേഷൻ ഒക്കെ ആവട്ടെ നമുക്ക്. ധ്യാൻ ചേട്ടൻ ചെയ്ത ഒരു ചാലഞ്ച് ലൈഫില് മ്യൂസിക്കൽ ജീവിതത്തിലാണോ എന്റെ? ഏത് ജീവിതത്തിലാണ്? അങ്ങനെ ചോദിക്കണം. ഇപ്പൊ ഒരു ചാലഞ്ച് കഴിഞ്ഞു വന്നതേ ഉള്ളൂ. അതൊരു വലിയ അത് ചാലഞ്ച്. ഇവിടുത്തെ അത് ചാലഞ്ച് കണ്ടിരുന്ന ആൾക്കാർക്ക് ഒരു ചലഞ്ചായി, ഇവർക്കൊരു ചലഞ്ചായി. പറയുന്നത് ഞാൻ ചേട്ടാ, ഇവിടുന്ന് പുറത്ത് ആ. സംഗീത ബന്ധപ്പെട്ടാണ് എന്റെ ഏറ്റവും വലിയ ചലഞ്ചാണ് എന്റെ അടുത്തിരിക്കുന്നത്. അല്ലാതെ സംഗീതം അല്ലാതെ സംഗീതം അല്ലാതെ ഇപ്പൊ തൽക്കാലം വലിയ വീട്ടിലെ ചാലഞ്ചസ് എന്തൊക്കെയാണ് ധ്യാൻ ചേട്ടാ? വീട്ടിലിപ്പം അതെ ഇപ്പൊ ചാലഞ്ച് ഇല്ല, ആ ഇല്ല. കുഴപ്പമില്ല. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ചേച്ചി. ഇപ്പം ധ്യാൻ ഇപ്പം മ്യൂസിക് ഇവര് ഡയറക്ടർ മ്യൂസിക് ചെയ്ത് തരുന്ന സമയത്ത് ആ. ഒരു പാട്ട് ആ. അപ്പം ധ്യാൻ ഡയറക്ട് ചെയ്യുന്നു. ആ. അപ്പൊ ഇപ്പൊ പാട്ടിന്റെ ട്യൂൺ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ. ചുമ്മാ അതായത് ഇപ്പൊ മഞ്ചേരി അല്ലല്ല നിക്ക് അത് ഷാൻ ചേട്ടൻ ഇങ്ങനെ ഒരു 10 ട്യൂൺ എടുത്തോ എന്ന് പറഞ്ഞ് തരാണോ, അതോ ധ്യാൻ ഇല്ല ഇത് ശരിയല്ല ഇത് വേണം അങ്ങനെ വേണം, അത് അതോ എനിക്ക് എന്റേതായിട്ടുള്ള ഡിസ്കഷൻ ഇല്ല? ഉണ്ട്, അതാ ഞാൻ അത് മറുപടി പറയാം. ലവ് ആക്ഷൻ ഡ്രാമയിൽ എങ്ങനെയായിരുന്നു? അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധാരണ ഷാനിക്ക് ഒരു പാട്ട് അയക്കും. ആ ആ പാട്ട് അയച്ചിട്ടാണ് സാധാരണ നമ്മൾ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരത് സാർ എങ്ങനെയാ പാട്ട് ഇപ്പത്തെ നമ്മളൊന്ന് കേട്ട് നോക്കൂ, അഭിപ്രായം പറയൂ. അതെ അതെ ആ. അങ്ങനെയല്ലേ നമ്മൾ അയച്ചതിന് ശേഷം. അതെ. ഷാനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ. ഈ പാട്ട് അയച്ചതിന് ശേഷം ഷാനിക്ക് താഴെ അയക്കും, ആ. ഗംഭീരല്ലേ, പൊളിച്ചില്ലേ എന്ന് ഷാനിക്ക് തന്നെ അയക്കും. മുന്നേ തന്നെ മുൻകൂർ ഈ ജാമ്യം. പാട്ടിന്റെ താഴെ തന്നെ പൊളിച്ചില്ലേ, സൈക്കോളജി. എങ്ങനെയുണ്ട്, ഗംഭീരല്ലേ. ആ. അപ്പൊ നമ്മൾ എന്ത് പറയും? ധ്യാൻ ചേട്ടൻ എന്തേലും പറയുമല്ലോ? അല്ല, പക്ഷെ എനിക്ക് ലോകത്ത് വേറെ ആരോടൊന്നും പറയാം, ഷാനിക്കിനോട് എനിക്ക് പറയാൻ പറ്റില്ല. ഇല്ല. ഇല്ല, കാരണം എന്റെ ജ്യേഷ്ഠനേക്കാളും മൂത്തതാണ്. അപ്പൊ പാവത്തിന് ഞാൻ എങ്ങനെ? ആ. ഞാൻ ഓടിക്കളിച്ച് നടക്കുമ്പോ കണ്ട മനുഷ്യനാണ്, പോണാ അവിടുന്ന്. ജ്യേഷ്ഠനേക്കാളും മൂത്തതാണ്. അങ്ങനെ വലിയ മുപ്പൊന്നുമില്ല. മൂപ്പുണ്ട്. ഒരു 10-30 വയസ്സിന്റെ മൂപ്പുണ്ട്. അപ്പൊ എനിക്ക് ഷാനിക്കയുടെ അടുത്ത് എതിർത്ത്, കാരണം നമുക്ക് സംഗീതത്തെ കുറിച്ച് ഒന്നും അറിയില്ല. ഇല്ല. ആ. പക്ഷെ നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, ഈ പാട്ട് കൊള്ളൂല. ഇവരുടെ പടത്തിൽ എല്ലാ പാട്ടും ഹിറ്റാണ്. അതെ, അത് ഞാൻ പറഞ്ഞ് ഏറ്റവും 10ാമത്തെ 15ാമത്തെ ട്യൂണാണ് നന്നാവുന്നത്. അപ്പൊ എനിക്കാണോ സംഗീതം അറിയാവുന്നത്, ഇദ്ദേഹത്തിനാണോ സംഗീതം അറിയാവുന്നത്? ഇദ്ദേഹത്തിന്റെ വളർച്ചയിൽ ഏറ്റവും പങ്കുള്ള ആളാണ് എന്റെ ജ്യേഷ്ഠൻ. അല്ല ഷാനിക്ക, ധ്യാൻ ശ്രീനിവാസൻ എന്ന് നമ്മൾ പറഞ്ഞ ഷാനിക്കയുടെ നല്ലതിന് വേണ്ടിയല്ലേ പറയുള്ളൂ, അറിയാലോ. അതെ അതെ അതത്ര അങ്ങനെ നന്നായ ഒരാളാണ്, ഒരാളാണിത്. ഇതിനോട് എന്തെങ്കിലും പറയാനുണ്ടോ ഷാനിക്കയ്ക്ക്? സത്യം ഇത് സത്യമല്ലേ ഷാനിക്ക? ഇല്ല ഷാനെ, ഷാനി എനിക്കൊരു കാര്യം പറയാനുള്ള, ഇങ്ങനെയുള്ള ഇത്രയും നല്ല ട്യൂൺസ് സെലക്ട് ചെയ്യാൻ പറ്റിയ ഡയറക്ടേഴ്സ് ഇല്ലായിരുന്നു നീ എന്ത് ചെയ്തേനെ? ഞാൻ സത്യത്തില് ആ പ്രേക്ഷകരെല്ലാരും ഇരുന്ന് കേൾക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. കാരണം ഇവരുടെ കോമ്പിനേഷനിൽ ഒരുപാട് നല്ല പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, നല്ല സൂപ്പർ ഹിറ്റ് ആണ് എല്ലാ പാട്ടുകളും. അപ്പോൾ അതെങ്ങനെ അത് സെലക്ഷൻ ആരുടെ ഭാഗത്ത്? ഇപ്പൊ സംഗീതം ചെയ്യുന്ന സമയത്ത് പൊതുവെ ആൾക്കാർ ചോദിക്കും, പാട്ട് എഴുതിയിട്ടാണോ ട്യൂൺ ചെയ്തത് അതോ ട്യൂൺ ഇട്ടിട്ടാണോ പാട്ട് എഴുതിയത്? ആ ട്യൂണിങ് അല്ല, വേറെ ആലോചിച്ച് പോണ്ട. മാജിക്കാണ് ഷാനിക്ക. അപ്പൊ അതുകൊണ്ട് ഷാനിക്കൊക്കെ പോലും അറിഞ്ഞൂടാ അത് എങ്ങനെ സംഭവിക്കുന്നത്. മാജിക് ഉണ്ട് അതിന്. ഈ സമയത്ത് എനിക്ക് തോന്നുന്നു ഓണസമയം വരുമ്പോ ഷാനിക്കയുടെ മറ്റേ കല്യാണ രാമനിലെ ദിലീപേട്ടന്റെ അവസ്ഥയാണ്. സോറി, ദിലീപേട്ടനല്ല, മറ്റേ ഇന്നസെന്റ് അങ്കിള് മറ്റേ എന്തൊരു മണം അടിക്കുമല്ലോ മദ്യത്തിന്റെ, അതുപോലെ ഉണരും ഷാനിക്ക. കാരണം ഷാനിക്കയുടെ പാട്ടുണ്ടോ, തിരുവാവണിര ഞങ്ങൾ പാടിയത് ഞങ്ങളുടെ സീസൺ ഞങ്ങൾ തുടങ്ങിയത് അത് അത് വെച്ചിട്ടാ തുടങ്ങിയത്, ഐശ്വര്യമായിട്ടാണ് തുടങ്ങിയത്. ചക്കരെ ബട്ട് ഐ ലവ് യു ഡാർലിംഗ്. നിന്റെ എത്ര പാട്ടുകൾ എനിക്ക് നിന്റെ പാട്ട്, എത്രയോ പാട്ടുകൾ നമുക്ക് എത്ര ഇഷ്ടമാണ്. നിന്റെ വൈറൽ കുറെ വൈറൽ കണ്ടന്റ് കൊടുത്തിട്ടുള്ള ഒരു ഭീകരവാദിയായിരിക്കുന്നു. പുറകിൽ പല സംവിധായകരുടെ കണ്ണീരും കൂടെ ഞാൻ ശരത് സാറിനെ ഓർമ്മിപ്പിക്കുന്നു. ചില കാര്യങ്ങൾ പറയാനുള്ളത്, ശരത് സാർ എനിക്ക് ലവ് ആക്ഷൻ സമയത്ത് എനിക്ക് ആക്ച്വലി വേറെയും കുറെ പാട്ടുകൾ അയച്ചു തന്നിരുന്നു. പിന്നീട് ഞാനത് കേട്ടിട്ട് പടമൊക്കെ ഇറങ്ങിയ ശേഷം എനിക്ക് അയച്ചു തന്ന പല പാട്ടുകളും പിന്നീട്
ഞാൻ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. പിന്നെ ഞാനത് വെറുതെ വെച്ചോണ്ടിരിക്കോ? നിങ്ങളൊരു ബിസിനസ് മൈൻഡഡ് ആണ്. ഞാൻ വിചാരിച്ച ആ പാട്ടുകളൊക്കെ നമുക്ക് വേണ്ടി ചെയ്തതാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പാട്ടുകളൊക്കെ ഇപ്പോഴും കേട്ട് നോക്കുന്ന സമയത്ത് പിന്നെ അത് നമ്മുടെ പാട്ട് കഷ്ടപ്പെട്ട് ചെയ്ത പാട്ടല്ലേ അല്ലേ ഷാനിക്ക? പിന്നല്ലാതെ ആ അതൊക്കെ എന്തിനു കൊടുക്കുമല്ലേ ചെയ്യണ്ടേ? വേറെ ഇതിന്. ഞാൻ കൊടുക്കും. ആ രാവും പകലും ഇരുന്ന് ഉറക്കൊളിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പാട്ടുകളാ. അവന്റെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇരിക്കാൻ പറ്റുമോ? പെൺഡ്രൈവിലാക്കിയിട്ട്. പിന്നെ ഫുൾ ടൈം ട്യൂണിങ്. ഓക്കെ, അപ്പൊ എന്തായാലും ആ ഷാനിക്ക് പാട്ടുകളാണ് ഇപ്പോൾ ഉള്ള എന്തൊക്കെയോ കഴിഞ്ഞ 6 കൊല്ലമായിട്ട് ഹിറ്റാവുന്ന പാട്ടുകൾ എന്നൊക്കെ. വൻ പരിപാടി, ഓ നോ. പരിപാടി കലക്കൻ. ആണോ? ഇഷ്ടപ്പെട്ടാ? പഞ്ചായത്ത് മൊത്തം വളഞ്ഞിട്ടുണ്ട് ഇതിന്റെ ചുറ്റിലും. ഓ ആരെ പിടിക്കാൻ പോലീസുകാരുണ്ടോ? പിടിക്കാനൊന്നുമല്ല, പരിപാടി വൻ ഹിറ്റ്. വീണ്ടും കിച്ചാപ്പ് വന്നിരിക്കുകയാണ്. കിച്ചാപ്പല്ല, കുഞ്ഞാപ്പു. ആ കുഞ്ഞാപ്പ് വന്നിരിക്കുകയാണ്. എങ്ങനെ ഈ പാട്ടൊക്കെ കാണാപ്പാടം പഠിച്ച് ഇത്രയും പാടുന്നത്? ഒരു പേര് വരേക്ക് പറയാൻ പറ്റാനുള്ള കുഞ്ഞാപ്പു. കുഞ്ഞാപ്പു പ്രസിഡന്റ് കുഞ്ഞാപ്പു. ഓക്കെ, അപ്പം കുഞ്ഞാപ്പു സന്തോഷവാനാണ്. ഹാപ്പി ഹാപ്പി. Okay. സത്യം എന്നോട് പറയാതെ തുടങ്ങിയെങ്കിലും ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്. ഇവിടെ ഞാൻ ഇപ്പൊ വന്ന എന്താന്ന് വെച്ചാല്, നിങ്ങൾക്ക് വലിയ ചെലവില്ലാത്തതും എന്നാ ഞങ്ങൾ തോന്നിയാസക്കാർക്ക് അത്യാവശ്യം ഗുണമുള്ളതുമായിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി. എന്താണ് അത്? തോന്നിയാസം പറയാൻ വന്നിട്ടുണ്ട്. അതെ അതെ, എന്താണ് കുഞ്ഞാപ്പു? കേൾക്കാം കേൾക്കാം. പാർവതി ദേവി വേണമെങ്കിൽ 5 മിനിറ്റ് ബ്രേക്ക് എടുത്ത് മാറിയുന്നു ഈ ഓണത്തിന്. പാർവതി ബാബു. എന്തോ ആവട്ടെ. അല്ല പാർവതിനെ മാറ്റി വെച്ചിട്ട് ഇവിടെ ഒരു പരിപാടിയില്ല. അല്ലല്ല, ബ്രേക്ക് വേണോ വേണമെന്നൊക്കെ ഞാൻ ബ്രേക്ക് കഴിഞ്ഞപ്പോ വന്നേ. ചേട്ടൻ ഉദ്ദേശം എന്താ, കാര്യം എന്താ? ഒന്നുമില്ല, നിന്നോട്ടെ, കുഴപ്പമില്ല, നിന്നോട്ടെ. ഈ ഓണത്തിനിടയ്ക്ക് ഞാൻ ചെറുതായിട്ട് ഒരു ചെറിയ പുട്ടുകച്ചവടം നടത്താൻ പോവാ. ഓക്കെ, കടയിടാൻ പോവല്ല, പേടിക്കണ്ട. എന്താന്ന് വെച്ചാലേ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിക്ക് ഉൽപ്പാദിപ്പിക്കുന്നത് ഞങ്ങൾ തോന്നിയാസക്കാരാ. ഞങ്ങളുടെ പഞ്ചായത്താണ്. ഇവിടെ ഞങ്ങളുടെ കരിക്കിന് ഒരു ബ്രാൻഡ് അംബാസഡർ ഇല്ല. ഇല്ല. പാർവതിയാണോ? അപ്പൊ പാറുവിന്റെ കരിക്കിന്റെ ബ്രാൻഡ് അംബാസഡർ അത് പറയാനാണോ വന്നേ? ഇതല്ല, കഴിവുള്ള സിനിമയിലേക്കുള്ള ആരെങ്കിലും വേണം. ഓ ഓക്കെ. അപ്പൊ അങ്ങനെ പാറുവിന്റെ സിനിമാ നടിയാ അവിടെ അങ്ങനെ കുറച്ച് പക്ഷെ പാറുവിന് വലിയ വില കൊടുക്കേണ്ടി വരും. പിന്നെ വലിയ വില വലിയ മാത്രമല്ല, കഴിവ് എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാധനം തപ്പി നടന്നപ്പോ നമ്മുടെ ഈ ഫ്ലോറിന്റെ പുറത്ത് കാരവാനിലുണ്ട് ഒരാളിരിക്കണം. ആണോ? ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ ആവാൻ പറ്റിയ ഒരാൾ അവിടെ ഇരിക്കുന്നു. ആരോടെച്ചിട്ട് അങ്ങോട്ടൊക്കെ പോയത്? ആവശ്യമില്ലാത്ത സ്ഥലത്തേക്കൊക്കെ ഓണ വഴിക്കാൻ പരിപാടി നല്ലതാണല്ലേ നോക്കിയാ പോരെ, എന്തിനാ അങ്ങോട്ടൊക്കെ പോകുന്നത്? എങ്ങനെയും നിങ്ങൾ എല്ലാവരും കൂടെ സംസാരിച്ചിട്ട് പുള്ളി ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ ആക്കി തരാം. ഇല്ല, അത് അതിപ്പം പാറു പറയണം നമ്മളത് ചെയ്യണോ വേണ്ടയോ. ഞാൻ കാല് പിടിക്കാം. കാരണം ഞങ്ങളെ തോന്നിവാസക്കാർക്ക് ഒരു ബ്രാൻഡ് അംബാസഡർ ഇല്ല കരിക്കിന്. എങ്ങനെയും ആ പുള്ളി ആ കാനവാനിൽ ഇരിക്കുന്ന ഈ കാരവാനിലിരിക്കുന്ന ഏതാ പുള്ളി? അല്ല, പുള്ളി അവിടെ ഒരു പുള്ളി ഇരിപ്പുണ്ട്. ഒരാള് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ ഗ്രാൻഡ് ഫിനാലേക്ക് നമ്മൾ ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നേക്കാം. അതെങ്ങനെ? സംസാരിക്കും പ്ലീസ്. കുഞ്ഞാപ്പു, അതായത് ഇവിടെ വരുന്ന ഗസ്റ്റുകളൊക്കെ നിങ്ങൾ ഇങ്ങനെ ബ്രാൻഡ് അംബാസഡർ ആക്കാന്നൊക്കെ പറഞ്ഞാൽ കരിക്കിന്റെ ഒക്കെ വേറെ തേങ്ങയുടെ പറഞ്ഞാൽ അല്ല, അത് നമ്മള് കരിക്കൊന്നും കൊച്ചാക്കി കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നവരാണ്, നമുക്ക് എങ്ങനെ അങ്ങനെ നിങ്ങൾ ആക്കി തരണ്ട. നിങ്ങളൊന്ന് സംസാരിച്ചാൽ മതി, ബാക്കി ഞാൻ ആയിക്കോളാം പ്ലീസ്. അല്ല, അത് പാറു പറയട്ടെ എന്താ ചെയ്യേണ്ടത്. ഒന്ന് സമ്മതിച്ചാ പ്ലീസ്. എനിക്കെന്താ നേരത്തെ കഴിവില്ലെന്നോ? കഴിവ് കുറെ കഴിവുണ്ട്. കഴിവ് കൂടിപ്പോയി, കഴിവേറി. അല്ല, ഏറിപ്പോയ കഴിവ്, ഏറിപ്പോയ ഒരാൾ, കൂടിപ്പോയ ഒരാൾ. ഒന്ന് അക്സെപ്റ്റ് ചെയ്യ പ്ലീസ്. ഞാൻ ആലോചിക്കട്ടെ, കുറച്ചൊക്കെ മാറി. അപ്പൊ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഒന്ന് വന്നാ ഒന്ന് സെറ്റ് ആക്കി തരണേ. നോക്കാം. പാറു പറഞ്ഞാൽ നമ്മള് ഓക്കെ അടിക്കും. എന്തൊരാശ്വാസം. അപ്പൊ എന്തായാലും കഴിവുള്ള ആ പ്രസിഡന്റ് കുഞ്ഞാപ്പു പറഞ്ഞ കാരവനിലിരിക്കുന്ന നമ്മളുടെ ആ സ്പെഷ്യൽ ഗസ്റ്റ് ആരാന്ന് അറിയണ്ടേ? ഒരുപാട് പേര് വന്നു പോയി. ഗ്രാൻഡ് ഫിനാലേക്ക് ഗ്രാൻഡ് ആയിട്ടൊരു ഗസ്റ്റിനെ കൊണ്ടുവരണമെന്നായിരുന്നു നമ്മുടെ തീരുമാനം. അങ്ങോട്ട് ഇറക്കാണ്. മലയാളം സിനിമയിലെ യുവ നടൻ, നമ്മളുടെ ഒക്കെ ഫേവറേറ്റ്, ഒരുപാട് കിടിലൻ ക്യാരക്ടേഴ്സ് ചെയ്ത നമ്മുടെ സ്വന്തം ആസിഫിക്ക. സൂപ്പർ സ്റ്റാറിന്റെ ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക് ആസിഫ് അലിനെ ഞാൻ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്.
ഗ്രാൻഡ് ഫിനാലെ. താങ്ക് യു പാർവതി. പക്ഷെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ഗ്രാൻഡ് ഫിനാലിൽ വരിക എന്ന് പറയുന്നതും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ എനർജിയും, അത് വിൻ ചെയ്യുമോ എന്നുള്ള ടെൻഷനും, അത് വിൻ ചെയ്യുമ്പോൾ സന്തോഷവും, ഇൻ കേസ് അത് വിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവരെടുക്കുന്ന ആ സ്പോർട്സ്മാൻ സ്പിരിറ്റും അവർക്ക് കിട്ടുന്ന സപ്പോർട്ടും ഒക്കെ നേരിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഏതൊരു കലാകാരന്റെയും ഭയങ്കര വലിയൊരു എന്താ പറയാ, ഒരു കൃത്യമായ ഒരു പ്ലേസിംഗ് ആണ്. അതെ, ആസിഫിക്കൊക്കെ എനിക്ക് തോന്നുന്നു അമൃത TV ഒരു പുതിയൊരു വേദിയല്ല അല്ലേ? മുന്നേ ആസിഫിക്ക വന്നിട്ടുണ്ട്. ആ ഒരു മെമ്മറി നമ്മളോടൊന്ന് ഷെയർ ചെയ്യോ? എനിക്ക് ആദ്യം പറയുകയാണെങ്കിൽ സൂപ്പർ സ്റ്റാറിനെ പറ്റി തന്നെ പറഞ്ഞു തുടങ്ങണം. കാര്യം ഇതുപോലൊരു ഗ്രാൻഡ് ഫിനാലേക്ക് കുത്തിയിരുന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ജോബും അതിനുണ്ടാക്കിയ ഒരു ഇമ്പാക്ട്, പ്രത്യേകിച്ച് മലയാളം ടെലിവിഷൻ ആ ഒരു സമയത്ത് ആദ്യമായിട്ട് വരുന്നൊരു റിയാലിറ്റി ഷോ, അവര് സെലക്ട് ചെയ്ത പാട്ടുകള്, ഇപ്പോഴും അന്ന് കേട്ട പല പാട്ടുകളും ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ആ പെർഫോമൻസസ് കൂടെയായിരുന്നു. താനേ തിരിഞ്ഞും ഞാൻ എനിക്കുള്ള പണി ഞാൻ തന്നെ ചോദിച്ചു. ഞാൻ ആ പാട്ട് പണ്ട് കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ എനിക്ക് ആ പാട്ട് ഭയങ്കരമായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടത് ശരിക്കും ആ പെർഫോമൻസിനടുത്ത് ജോബോ സംഗീതം ആരോ ഒരാൾ പാടിയിട്ടുണ്ടായിരുന്നു ആ സമയത്തായിരുന്നു. പിന്നെ ബെസ്റ്റ് ആക്ടർ അമൃത TV ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. അതില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഓഡിഷന് പോയിട്ട് സെലക്ട് ചെയ്തില്ല ശരത്തേട്ടാ ഞങ്ങള്. റിയാലിറ്റി അതിന്റെ ഫസ്റ്റ് സീസൺ ഓഡിഷന് പോയ ഞങ്ങൾ ഇപ്പൊ മലയാള സിനിമയിലുള്ള 2-3 പേരുണ്ടായിരുന്നു. ഞാൻ അന്ന് അവിടെ വെച്ച് ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നു എന്റെ ഓഡിഷൻ ഞാൻ പങ്കെടുത്തത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി അന്ന് എന്നെ സെലക്ട് ചെയ്തില്ല. ഇല്ല ആസിഫേ, നമ്മുടെ ഗാനഗന്ധർവൻ ആദ്യമായിട്ട് ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റേഷൻ ഓഡിഷന് പോയിട്ട് മഹാവൃത്തികെട്ട ശബ്ദം എന്ന് പറഞ്ഞ് അടിച്ചോടിച്ച ആളാണ്. അതിൽ കൂടുതലൊന്നും ഇല്ലല്ലോ ആസിഫ്. അപ്പൊ എനിക്ക് ഇന്റർവ്യൂല് പറയാൻ എന്തെങ്കിലും